ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ബനാന കേക്ക് ഉണ്ടാക്കാം. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നൊരു കേക്കാണ്, വളരെ ടേസ്റ്റിയുമാണ്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദയാണ്, 250 ഗ്രാം. ബനാന 2 എണ്ണം, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ആൻഡ് പൗഡർ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ മിക്സിങ് ചെയ്യാൻ നോക്കാം. ഇതിപ്പം മൈദയാണ്. മൈദയിലേക്ക് ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ആഡ് ചെയ്തു. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ കുറവ് ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ബീറ്റർ കൊണ്ടാണ് ചെയ്യുന്നത്. ഇത് എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഈ കേക്ക് കുറച്ച് നല്ല സ്പോഞ്ചി ആക്കാൻ വേണ്ടിയിട്ടാണ് എഗ് വൈറ്റ് സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് ഇപ്പോൾ ഹാർഡാവത്തില്ല, ഒരിക്കലും ഹാർഡാവത്തില്ല. ഇത് നല്ല സ്പോഞ്ചി ആയിട്ട് ഫ്ലഫി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാണ്. യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് ബീറ്റർ ഉപയോഗിച്ച് മാത്രമേ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ചെയ്യാം, ഒന്നിച്ചിട്ടിട്ട് ഉണ്ടാക്കാം, കുഴപ്പമില്ല. ഇതിപ്പോൾ ഈ ഒരു മെത്തേഡ് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടി നല്ല ഫ്ലഫി ആയിരിക്കും കേക്ക്. അങ്ങനെ എഗ് വൈറ്റ് എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രമായിരിക്കണം. എന്നാൽ മാത്രമേ ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ, അല്ലെങ്കിൽ അത് പൊങ്ങില്ല. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ പാത്രം എടുക്കുക. ഓക്കെ, പിന്നെ ബീറ്റ് ചെയ്യാം. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ബീറ്റ് കൊണ്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടോ നല്ല പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പൗഡർ ഷുഗർ ആഡ് ചെയ്തായിരുന്നു ഞാൻ. നല്ല പോലെ വരും. ഇതിനി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിങ്ങനെ കമത്തി പിടിച്ചാൽ പോലും താഴേക്ക് പോവില്ല, ഫ്ലഫി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് അളവ്. ഇതായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് എഗ് യോക്കും ബാക്കി എല്ലാ ചേരുവകളും മിക്സ് ചെയ്യാം. അപ്പോൾ എഗ് യോക്ക് ഇതേ ബ്ലെൻഡർ കൊണ്ട് തന്നെ ചെയ്യാം. ഇതിലേക്ക് പൗഡർ ഷുഗർ ആഡ് ചെയ്തു. കൂടെ കുറച്ച് നമ്മൾ ഒരു 1/4 കപ്പ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഓയിലൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് പൗഡർ ഷുഗർ ആഡ് ചെയ്യുക. അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. അത് പൗഡർ ഷുഗർ മൊത്തമായിട്ടിട്ടാൽ എല്ലാം കൂടി ഇങ്ങനെ തെറിച്ച് പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഉടച്ചെടുക്കാം. പഴം മിക്സിയിലൊന്നും ഇട്ടടിക്കണ്ട, വെറുതെ നമ്മൾ കൈകൊണ്ട് ഫോക്ക് കൊണ്ട് ഉടച്ചെടുത്താൽ മതി. നല്ലതായിട്ട് സ്മൂത്താക്കി എടുത്താൽ മതി. ഷുഗർ പൊടിച്ചത് 1 കപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. ഷുഗറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത്രയും മതി. പഴം നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ് ചെയ്യാം. ഇതിപ്പോൾ എഗ് യോക്ക്, ഷുഗർ ആൻഡ് ഓയിൽ, ഇത്രയും സാധനം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്താൽ മതി. ഒരു തടിത്തവിയോ സ്പാച്ചിലോ കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ മൈദ പ്ലസ് ഉപ്പ്, ബേക്കിംഗ് സോഡ ആൻഡ് ബേക്കിംഗ് പൗഡർ ആണ് ആഡ് ചെയ്തേക്കുന്നത്. അത് കുറച്ചായിട്ട് അരിപ്പ കൊണ്ട് അരിച്ചിടുക. അപ്പോൾ അത് അരിപ്പ കൊണ്ട് അരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവിടെ ഇവിടെയും ആകുമ്പോൾ ശരിക്കും പൊങ്ങി വരില്ല. അപ്പോൾ എപ്പോഴും അരിച്ചുപയോഗിക്കുക. ഇനി ഇതിലേക്ക് പഴവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമുക്കിതിൽ കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം മിൽക്ക് ആഡ് ചെയ്യാം. പഴം കൂടെ ചേർക്കുമ്പോൾ കുറച്ച് ലൂസാകും. എന്നിട്ട് നോക്കിയിട്ട് വേണം മിൽക്ക് ആഡ് ചെയ്യാനായിട്ട്. ലാസ്റ്റ് കട്ടി തോന്നുവാണെങ്കിൽ മാത്രം മിൽക്ക് ആഡ് ചെയ്യാം. മിൽക്കൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇതെല്ലാ സാധനങ്ങളും കേക്ക് ഉണ്ടാക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങൾ എടുക്കണം. മുട്ടയാണെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുക, പാലെടുത്ത് പുറത്ത് വയ്ക്കുക. എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് കേക്ക് ശരിയാവത്തുള്ളൂ. അതുപോലെ മെഷർമെൻറ്റും കറക്റ്റായിരിക്കണം. വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ
ഞാൻ മുട്ട അടിച്ചപ്പോൾ ചേർത്തില്ല, ഇപ്പോഴാണ് ചേർത്തത്. ഫുൾ മൈദയും ഇതുപോലെ അരിച്ചിട്ടിട്ട് വേണം ഇളക്കിയെടുക്കാൻ. കൈകൊണ്ട് പതുക്കെ ഇങ്ങനെ ഇളക്കിയാൽ മതി, ബീറ്റർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. എല്ലാം നന്നായിട്ട് യോജിപ്പിക്കുക, അത്രയേ ഉള്ളൂ. കൂടുതൽ സമയം ഇളക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ഉണ്ടല്ലോ, അത് ചേർക്കണം. ലാസ്റ്റ് ചേർത്താൽ മതി. ആദ്യമേ ചേർത്താൽ അതിൻ്റെ പ്ലഫ്നെസ് നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടാണ് പാലൊഴിച്ചത്. ഇനി പാലൊഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ 2 ടീസ്പൂൺ പാലേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇനി എഗ് വൈറ്റ് ചേർക്കാം. കണ്ടോ, എഗ് വൈറ്റ് നല്ല ഫ്ലഫി ആയിരിക്കുന്നു. ഇത് പതുക്കെ യോജിപ്പിച്ചെടുക്കുക, സ്പീഡ് കൂട്ടി ഇളക്കരുത്. പതുക്കെ ഇളക്കി ഈ ബാറ്ററുമായിട്ട് യോജിപ്പിച്ച് എടുത്താൽ മാത്രം മതി. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്പോഞ്ച് കേക്ക് ആയിരിക്കും. നമ്മൾ സാധാരണ വല്ല സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് കിട്ടും. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഈ കേക്ക് ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് അടുപ്പിൽ സാധാരണ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചുണ്ടാക്കാം. ഞാൻ നേരത്തെ ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയിരുന്നു, അങ്ങനെ അത് നോക്കിയാൽ മതി. അതുപോലെ പ്രീ ഹീറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു പാത്രം അല്ലെങ്കിൽ കുക്കർ ഒക്കെ ഉപയോഗിക്കാം. കുക്കറിൽ വാഷർ ഇടാം. വാഷർ ഇട്ടിട്ട് വേണം വയ്ക്കാൻ, വെയിറ്റ് വയ്ക്കരുത്. അങ്ങനെ കുക്കറൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് വയ്ക്കാം. അല്ല ഉപ്പില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഡയറക്റ്റായിട്ടും വയ്ക്കാം. അപ്പോൾ എങ്ങനെയായാലും നമുക്കിത് ബേക്ക് ചെയ്യാൻ ഈസിയാണ്. ഓവൻ വേണമെന്നില്ല. ഇത് ഞാൻ അടുപ്പിലല്ല വയ്ക്കുന്നത്, ഓവനിലാണ്. കേക്ക് ടിന് നമ്മൾ നേരത്തെ റെഡിയാക്കി വയ്ക്കുക. ബട്ടർ പേപ്പർ ഇട്ട് ബട്ടറൊക്കെ തേച്ച് നേരത്തെ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ കേക്ക് ബാറ്റർ റെഡിയാകുമ്പോൾ തന്നെ ബേക്ക് ചെയ്യാൻ പറ്റും. കേക്ക് ടിന്നിൽ ബാറ്റർ ഒഴിച്ചിട്ട് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം, അല്ലാതെ എയർ ബബിൾസ് ഉണ്ടാവും. അത് പോകാനായിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. എന്നിട്ട് വേണം ബേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ എയർ കുടുങ്ങിയിട്ട് ഗ്യാപ്പുകൾ വരും. അപ്പോൾ നന്നായി ടാപ്പ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ആഡ് ചെയ്യണം. ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നമ്മൾ ബനാന കോക്കനട്ട് കേക്കാണിത്. നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ച് ഇതിൻ്റെ മുകളിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിലേക്ക് കുറച്ച് പൗഡർ ഷുഗറും കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. ആദ്യം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് പൗഡർ ഷുഗറും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ബനാന കോക്കനട്ട് കേക്കാവും. ഇത് നമുക്ക് സാധാരണ നമ്മുടെ തേങ്ങ ഉപയോഗിക്കാം, ചിരവിയ തേങ്ങ ഉപയോഗിക്കാം. ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് ഉപയോഗിക്കാം. ഇത് പൗഡർ ഷുഗറാണ്, അതും കുറച്ച് ഇടുന്നുണ്ട്. ഈ കോക്കനട്ട് ഫുള്ളും അതിലേക്ക് ആഡ് ചെയ്യും. ഇനി ഇത് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്തിട്ട് 30 to 45 മിനിറ്റ്സാണ് ബേക്കിംഗ് ടൈം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ബേക്കായിട്ടുണ്ട്. ഇത് നോക്കാം. ഇതുണ്ടോ, സൈഡൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് കോക്കനട്ട് ഇട്ടതുകൊണ്ടാണ് മോൾ ഭാഗം ഇങ്ങനെ വൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഇത് നല്ല ചൂടാണ്, ചൂടാറിയിട്ട് ഇത് മുറിക്കാൻ പറ്റുള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സ്പോഞ്ചിയാണ്. നമ്മൾ എഗ് വൈറ്റ് ഇങ്ങനെ ചേർത്തത് കൊണ്ടാണ് കുറച്ചുകൂടി അധികം സ്പോഞ്ചി ആവുന്നത്. നമുക്ക് ഈ കേക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്താലോ. കുട്ടികൾക്കൊക്കെ ഈ കേക്ക് ഇങ്ങനെ കാണുമ്പോൾ വലിയ അട്രാക്ഷൻ തോന്നില്ല. അപ്പോൾ നമുക്ക് ഒന്ന് അട്രാക്റ്റീവ് ആക്കാം. എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പുണ്ട്, അതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ചെയ്യാം.
നല്ല ചൂടുണ്ട്, കുറച്ചൊന്ന് തണുത്തിട്ട് വേണം ചെയ്യാൻ. നല്ല സ്പോഞ്ചാണ്, തൊട്ടാൽ അമുങ്ങിപ്പോന്നു. നമുക്കിതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ചോക്ലേറ്റ് സിറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരയ്ക്കാം. ഇപ്പം ഞാൻ വെറുതെ സ്ക്വയറായിട്ട് ഡിസൈൻ വരയ്ക്കാം. ഇതിങ്ങനെ പതുക്കെ വരച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. കേക്കൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ ചോക്ലേറ്റ് ശരിക്കും ബനാന കേക്കിന് ചേരില്ല. എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാനിത് കൊണ്ട് ചെയ്തതേ ഉള്ളൂ. ഇനി ഇതിന് മുകളിൽ ഷുഗർ ബോൾസ് ഇടാം. ചെറിയ ഷുഗർ ബോൾസ് വെറുതെ വിതറി കൊടുക്കാം. ഇപ്പം നല്ല ഭംഗിയായില്ലേ. അപ്പോൾ ഇത് നല്ല എമ്മി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ബേക്കിംഗ് ഒന്നും വലിയ പാടൊന്നുമില്ല. നമുക്ക് അടുപ്പിൽ വെച്ച് ബേക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഇത് മുറിച്ച് കാണിക്കാം. നോക്കൂ, നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഇതിൻ്റെ ഉൾഭാഗം കണ്ടാൽ അറിയാൻ പറ്റും. നല്ല സ്പോഞ്ച്, നല്ലൊരു സ്പോഞ്ച് രൂപത്തിലാണ് ഇരിക്കുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ബനാനയുടെ ഫ്ലേവർ ആയതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നോക്കൂ, നല്ല സ്പോഞ്ചി കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കഴിച്ചു നോക്കണം. പിന്നെ ഇതിൻ്റെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. കണ്ടോ, തൊട്ടാലിങ്ങനെ അമിങ്ങിപ്പോകുന്ന ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമോ, ഫീഡ്ബാക്സ് അറിയിക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹാവ് എ നൈസ് ഡേ. ബൈ.